ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടാവും പഞ്ചസാര എങ്ങനെയാണ് നിർമ്മിക്കുന്നതൊക്കെയുള്ള കരിമ്പിൽ നിന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടാവും. അത് ഗ്രേ കളറായിരിക്കും, പിന്നെ അതെങ്ങനെ വെള്ള കളറാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പറയുന്നുണ്ട് ഗായ്സ്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിരുന്നു വാച്ച് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഗൈസ്. വലിയ മെഷീൻസ് യൂസ് ചെയ്ത് കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് കരിമ്പിൻ്റെ തണ്ട് മാത്രം വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ടെക്നോളജിയുള്ള മെഷീൻസ് ഇന്ന് മാർക്കറ്റിൽ കിട്ടും. ആ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് കരിമ്പ് തോട്ടത്തിൽ നിന്ന് കരിമ്പുകളൊക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഈ കരിമ്പുകളെ വലിയ ടിപ്പറിലാക്കി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു ഗൈസ്. ഈ കരിമ്പ് തണ്ടുകൾ അവർ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ കേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്നതിന് മുമ്പോടെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഗൈസ്. കേക്ക് കഴിഞ്ഞതിന് ശേഷം ഈ കരിമ്പും തണ്ടുകൾ അടുത്ത വലിയൊരു പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന വലിയ 2 ചക്രങ്ങളുടെ ഇടയിൽപ്പെട്ട് ഈ കരിമ്പും തണ്ടുകൾ ചതഞ്ഞരഞ്ഞതിൻ്റെ ഫുൾ നീരുകൾ എടുക്കുന്നതായിരിക്കും ഗൈസ്. ചതഞ്ഞരഞ്ഞ നീരും കാര്യങ്ങളൊക്കെ മറ്റൊരു സ്റ്റീൽ ടാങ്കിലേക്ക് ശേഖരിക്കുന്നു. ബാക്കി വന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ മറ്റൊരു പ്രോസസ്സിങ്ങിനായി വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഗൈസ്. അതിനുശേഷം ഈ കരിമ്പിൽ നേരി 10 മീറ്റർ ഉയരമുള്ളൊരു ടാങ്കിലേക്ക് പോകുന്നു. അവിടെ വച്ച് സൾഫർ ഡയോക്സൈഡുമായി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഗൈസ്. അതേസമയം മറ്റൊരു ടാങ്കിൽ സോഡാപ്പൊടിയും വെള്ളവും കലക്കി വെക്കുന്നു ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ട പ്രോസസ്സിങ്ങിനിടെ തന്നെ വേറെ കെമിക്കലുകളും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ ചേർക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പഞ്ചസാര ഉപയോഗിക്കാൻ വളരെ കുറയ്ക്കേണ്ടതാണ് ഗൈസ്. നേരത്തെ കലക്കി വെച്ച വെള്ളവും പഞ്ചസാര ലായനിയും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഏകദേശം കളർ മഞ്ഞ കളറാകുന്നതായിരിക്കും. അടുത്തതായി പഞ്ചസാര ലായനി 86 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി എടുക്കുന്നു. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ആൽക്കഹോൾ മിശ്രിതം കൂടി ചേർക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇതിനകത്ത് എത്രത്തോളം തന്നെ കെമിക്കലുകളും ആൽക്കഹോളും ചേർത്തിട്ടുണ്ടെന്നുള്ളത്. അടുത്തതായി പഞ്ചസാര ലായനി 1200 RPM കറങ്ങുന്ന ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി അതിൽ നിന്ന് പഞ്ചസാര വേർതിരിച്ചെടുക്കുന്നു ഗൈസ്. ഇതോടുകൂടി പഞ്ചസാര നിർമ്മാണത്തിന് ലാസ്റ്റ് സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നിങ്ങൾ നേരത്തെ കണ്ടത് ഒരു സെൻട്രിഫ്യൂഗൽ മെഷീനാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ വെളുത്ത പഞ്ചസാര മാത്രമായി വേർതിരിച്ചെടുക്കുന്നു. ആ പഞ്ചസാര ഹോൾസെയിലായിട്ട് വലിയ ചാക്കുകളിലേക്കും റീറ്റെയിലായിട്ട് ചെറിയ പാക്കറ്റുകളിലാക്കി മാറ്റുന്നുണ്ട് ഗൈസ്.